കെ സുധാകരൻ ഇപ്പോഴും അതൃപ്തി മാറുന്നില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കെ.സി. വേണുഗോപാലാണ് തന്നെ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇതിൽ പങ്കില്ല എന്നും പറയുന്നു. പക്ഷേ അദ്ദേഹം കടുത്ത തീരുമാനത്തിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അടക്കം. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി നിലവിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ദുർബലനായ കെ.പി.സി.സി പ്രസിഡന്റിനെ കൊണ്ടുവന്നാൽ ഇനി അതൊരു ഭീഷണിയാകില്ല എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. അതോടൊപ്പം തന്നെ ശശി തരൂർ ഇപ്പോൾ ഇതിൻ്റെ സിന്ദൂർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയും കെ.സി. വേണുഗോപാൽ ശശി തരൂരിനെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയുടെ അനഭിമിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും തൻ്റെ കസേര ഉറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കെ.സി. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എങ്ങനെ കാണാം അതിനെ? അല്ലാതെ ഈ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസ് അവസാനമായിട്ട് ഒരു പിന്നാക്ക ജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കിയത് ആർ ശങ്കറാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായും മുഖ്യമന്ത്രിയായ ഒരേ ഒരു പിന്നാക്ക ജാതിക്കാരൻ. അതെ. കോൺഗ്രസ്സിന് എത്ര പ്രാവശ്യം അവസരം കിട്ടിയിട്ടുണ്ടോ അത്രയും പ്രാവശ്യമൊക്കെ ഒന്നുകിൽ സവർണ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സവർണ ക്രൈസ്തവർ, ഇവർ രണ്ടും അല്ലാത്ത വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളുകൾ വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നത്തിൻ്റെ പുറത്തു വന്നതല്ല. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ വിശേഷിച്ച് 1947 ശേഷം കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വത്തിലേക്ക് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ വന്നിട്ടില്ല. ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, മൈനോറിറ്റി റിലീജിയനിൽ നിന്ന് വന്നിട്ടുണ്ട്, അപ്പർ കാസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, ആദിവാസിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ബൾക്ക് പോപ്പുലേഷൻ എന്ന് പറയാവുന്ന ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തലയെടുപ്പുള്ള ഒരു നേതാവും ഒരിക്കലും വന്നിട്ടില്ല. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു പരിഗണന കൊടുത്ത് വളർത്തിയെടുത്ത് അല്ലെങ്കിൽ കൊടുക്കാവുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നത് വയലാർ രവിയാണ്. പക്ഷേ വയലാർ രവി കെ.പി.സി പ്രസിഡൻ്റായത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ്. കാരണം കെ കരുണാകരൻ്റെ ഒരു ഔദാര്യം കൊണ്ടുകൂടിയാണ് അദ്ദേഹം കെ.പി.സി.സി പ്രസിഡൻ്റായിട്ടിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കെ.പി.സി പ്രസിഡൻ്റാകാൻ കഴിയും. മുല്ലപ്പള്ളിയും വി.എം. സുധീരനും അടക്കം മറ്റ് വേറെ ചില ഘടകങ്ങളെ ആശ്രയിച്ച് വന്ന ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അധികാലം നിന്നതുമില്ല. പക്ഷേ വയലാർ രവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 32ാമത്തെ വയസ്സിൽ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു യുവനേതാവായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അല്ലെങ്കിൽ NSUവിൻ്റെയൊക്കെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം വളർന്നു വന്ന തലമുതിർന്ന എല്ലാ നേതാക്കളും നാഷണൽ ലീഡേഴ്സായിട്ട് കോൺഗ്രസ്സിൽ മാറിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് മാറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒതുക്കി കൊണ്ടുപോയിരുന്നു. അതിനുശേഷം വന്ന വി.എം. സുധീരനെയും മുല്ലപ്പള്ളിയെയും എല്ലാം മാറ്റി. പിന്നീട് വന്ന ഇവരിൽ നിന്നെല്ലാം ഇത്തിരി കരുത്തുള്ളൊരു നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരാളാണ് സുധാകരൻ. അപ്പോൾ സുധാകരൻ സ്വാഭാവികമായിട്ടും കെ.പി.സി.സി പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പദത്തിന് അർഹനാണ്. മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹം അവകാശവാദം ഉന്നയിക്കും. അർഹനൊക്കെ വേറെ അർഹരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറയാം. പക്ഷെ അവകാശവാദം ഉന്നയിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളെ കൂടെ നിർത്താനുമുള്ളൊരു കഴിവ് സുധാകരനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സുധാകരൻ അവിടെ മാറ്റുക എന്നുള്ളത് ഇവരുടെ എല്ലാം ഒരു രീതിയായിരുന്നു. അത് സുധാകരനെതിരെ നിന്നൊരു വലിയ വിഭാഗമുണ്ട്. സുധാകരനെതിരെ നിന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശനുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ കെ മുരളീധരനുണ്ട്. ഇങ്ങനെയുള്ളവർ ഒക്കെ ഉണ്ടായിരുന്നു. ശശി തരൂരും അതിനിടക്ക് വന്നൊരാളാണ്. ശശി തരൂരിനെ ഇവർ ഭയക്കുന്നതിൻ്റെ കാരണം ഇവരെല്ലാവരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. സാമുദായികമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും നായന്മാരാണ്. ആ നായന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ അംഗീകാരവും ആദരവും ഒക്കെ ഉള്ള എന്ന് മാത്രവുമല്ല, ശശി തരൂർ AICC നേതൃത്വത്തിനെതിരെ റബൽ ചെയ്ത് മത്സരിച്ച് 11% വോട്ട് വാങ്ങിയ ആളാണ്. അല്ലാതെ ആരുമില്ല എന്ന് പറയുമ്പോൾ
11% മൊത്തം AICC അംഗങ്ങളിൽ ആരുമില്ല എന്ന് ഇവർ പറയുന്ന ഒരു ആളുടെ കൂടെ 11% പേരുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതെ. അപ്പോൾ അങ്ങനെ നിന്ന ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ജയിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന്, മുഖ്യമന്ത്രി പദത്തിന് വലിയ പിടിവലി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത്? ജയിക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും. ജയിച്ചാലേ ഈ പറഞ്ഞതിനൊക്കെ പ്രസക്തിയുള്ളൂ. അതെ അതെ അതെ. പക്ഷെ അവർ ജയിക്കും എന്നുള്ളതിന് എന്തുറപ്പുണ്ട്? തീർച്ചയായിട്ടും. ശക്തനായ ഒരു നേതാവ് പോലും ഇപ്പോൾ അവർക്കില്ല. അല്ല, അവരുടെ ഈ UDF എന്ന് പറഞ്ഞ സംഘടന ആ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ കരുണാകരൻ്റെ ബുദ്ധിയായിരുന്നു. കരുണാകരൻ വന്നതിന് ശേഷമാണ് അത്. കരുണാകരൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. NSSനെ കൊണ്ട് പുള്ളി NDP ഉണ്ടാക്കി, ഈഴവ സമുദായത്തെ കൊണ്ട് പുള്ളി SRP ഉണ്ടാക്കി, തീവ്ര സമുദായത്തെ കൊണ്ട് പുള്ളി DLP ഉണ്ടാക്കി, ഈ യാക്കോബൈറ്റ് ക്രിസ്ത്യൻസിനെ കൊണ്ട് വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ഇവരെല്ലാം പുള്ളി UDFിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. UDFിൻ്റെ സ്ഥിരം വോട്ട് ബേസ് എന്ന് പറയുന്ന ഇവരെ കൂടാതെ, വിശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടാതെ, ഈ വിഭാഗത്തെ കൂടി മുഴുവനും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് ഈ UDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. അതൊരു വലിയ വോട്ട് ബേസായിട്ട് മാറിയിരുന്നു. കാരണം അതിൽ മുസ്ലിം വരുന്നുണ്ട്, മലബാറിലെ മുസ്ലിം വരുന്നു, മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യാനി വരുന്നു, അതിനിടക്കുള്ള പ്രദേശത്തുള്ള ഹിന്ദുക്കളിൽ വരുന്നു. പിന്നെ കരുണാകരനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി സംവദിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അവരൊക്കെ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AK ആൻ്റണിക്കും ഇവരുടെയൊക്കെ ഒരു വിശ്വാസ്യത നേടാൻ കഴിയുന്നു. പിന്നെ ഉമ്മൻചാണ്ടിക്കും കഴിയുന്നു. ഇന്നിപ്പോൾ ഈ പറയുന്നവരുടെ സ്റ്റേച്ചറിലുള്ളൊരു നേതാവ് കോൺഗ്രസ്സിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു നേതാവ് കോൺഗ്രസ്സിലില്ല, വന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ഒരു കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേവലം 72 എന്നുള്ളൊരു ഭൂരിപക്ഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ആ 5 വർഷവും അത് ഭരിക്കാൻ പറ്റി എന്നുള്ളത് വേറൊരാൾക്കും അത് കഴിയില്ല. ഇനി കാരണം അദ്ദേഹത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, എല്ലാ വിഭാഗം ജനങ്ങളുടെ അംഗീകാരം ഉണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ലിങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ പറയുന്നതിൽ ആരുമില്ല എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്സിന് ആകെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDFിൽ കാണുന്ന സംഘർഷങ്ങളാണ്. LDF ഈ പുറമേ പ്രൊജക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ഐക്യം അതിലെ ഘടകകക്ഷികൾക്ക് തമ്മിലില്ല. പിന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് ഏത് തരത്തിൽ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ അമ്മായിയപ്പനും മരുമകനും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം, അതിൽ വസ്തുത എത്രയുണ്ട് ഇല്ല എന്നുള്ളതല്ല, അത് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പിൻ്റെ കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ മരുമകൻ ഒരു 2ാം മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയായിട്ടോ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ലാഷ്, അതിൻ്റെ ഒരു തിരിച്ചടി ഇവർക്ക് വരും. ആ തിരിച്ചടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാം എന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. അതാണ് UDF. അപ്പോൾ UDFിൻ്റെ ബലം എന്നായിട്ട് അവർ കണക്ക് കൂട്ടുന്നത് അവരുടെ സ്ട്രെങ്ത് അല്ല, മറ്റേ LDFിൻ്റെ ദൗർബല്യമാണ്. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ സ്ട്രെങ്ത് എത്ര എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും, അതാണ് പ്രധാനം. സ്വക്ഷേത്ര ബലം. സ്വക്ഷേത്ര ബലത്തിലല്ല, മറ്റവൻ്റെ കാര്യത്തിൽ പോക്കാണ്, അവൻ ശരിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അത് നമുക്ക് ഗുണമാകും എന്ന രീതിയിലാണ് ഇവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ ഒരുപാട് പേരായി. ശശി തരൂരുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ VD സതീശനുണ്ട്, കെ മുരളീധരനുണ്ട്, സുധാകരനുണ്ട്, KC വേണുഗോപാലുണ്ട്. പിന്നെ ഇവർക്കെന്നെല്ലാം വ്യത്യസ്തനായിട്ട് സുധാകരൻ. ഏറ്റവും തമാശ VM സുധീരൻ്റെ മുല്ലപ്പള്ളിക്കും മോഹമുണ്ട്, ഇപ്പോഴും മോഹമുണ്ട്. അല്ല, അതിപ്പോൾ ആന്റണിക്കില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല. അതെ, കാരണം ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കാം. അതെ, തീർച്ചയായിട്ടും.
അതുമാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിന് മറ്റൊരാൾ കൂടി ആഗ്രഹമുണ്ട്, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് മുഹമ്മദ് കോയൊക്കെ ഇരുന്നതുപോലെ ഒരു സാധ്യത അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. അല്ല അതെ, ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈഫർത്തിൻ മെജോറിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഡിമാൻഡ് അവർ ഉന്നയിക്കുകയും അതിനകത്ത് അവർ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് മുസ്ലിം ലീഗിന് അല്ലാത്തൊരു മുസ്ലിമിന് കിട്ടുമോ എന്നുള്ള കാര്യം കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരേ പോയിന്റിൽ നിൽക്കുകയാണ്. അതിൽ ഈ സുധാകരനെ അപ്പാടെ മാറ്റിക്കൊണ്ട് നടത്തുന്ന ഒരു കാര്യം, അത് ഇവിടുത്തെ ഏറ്റവും പ്രബല സമുദായങ്ങളിലൊന്നായ SNDP-കാരായിട്ടുള്ള കോൺഗ്രസ്സുകാരിൽ എന്ത് മാറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.